ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ കൊല്ലത്തോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കൊല്ലത്തോട്ട് യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ. Central New Delhi Kerala Superfast Express via Kottayam Palakkad will leave from Trivandrum Central platform number 4 at 12 hours 15 minutes. ട്രെയിനിനാണ് ഗൈസ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നു. നമ്മുടെ ട്രെയിൻ നമ്മളെ യാത്രയാക്കി തിരിച്ചു പോവുകയാണ്. ഓട്ടോയിൽ കയറി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്ക് ഈ ഷാപ്പ് സജസ്റ്റ് ചെയ്തത് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു കപ്പ, കുറച്ച് പോർഷൻ ചോറ്, ഒരു കൊഞ്ച് റോസ്റ്റ്, ഒരു കല്ലുമ്മക്കായ റോസ്റ്റ്, അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. എണീറ്റ് എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പുഞ്ചകരിന്ന് കഴിച്ച അത്ര ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ പുഞ്ചക്കരി സൂപ്പർ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റിയാ. എവിടെ പുഞ്ചക്കരി? ഇവിടെ പക്ഷെ ഒട്ടും ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല, പൈസക്ക് ഒട്ടുമില്ല. സെയിം അവസ്ഥ, ശരിക്കും പെട്ടുപോയി. ഓട്ടോകൾ സജസ്റ്റ് ചെയ്താണ് നമ്മളിവിടെ എത്തിയത്. അങ്ങള് പറഞ്ഞത് സിനിമാക്കാർ വരെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമെന്നാണ്. പക്ഷേ ബെസ്റ്റ് നമ്മുടെ പുഞ്ചക്കരി തന്നെയാണ്. ഫുഡിന് തന്നെയും വ്യൂ കണ്ട് തിന്നാം ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. നമ്മൾ കമ്പയർ ചെയ്യുന്നതല്ല, ക്വാണ്ടിറ്റി ഇല്ല, എരിയുണ്ട്. ഉള്ളതെടുത്ത് പറയണമല്ലോ, നല്ല എരിയുണ്ട്, എരിവുണ്ട്, കഴിക്കാം. അപ്പോൾ നമ്മൾ പുന്തലിൽ കള്ളിഷാപ്പിൽ നിന്ന് പോവാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ ചിലപ്പോൾ പറ്റുമെങ്കിൽ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുവാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് നീജയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കാത്തിരിപ്പ് കേന്ദ്രം, നല്ല ഇരിക്കാൻ വിശാലമായ സീറ്റുള്ള സൗകര്യമുള്ള സ്ഥലം. ഒരുപാട് പേർക്ക് ഇരിക്കാം. നമ്മുടേതായിട്ട് അതെ, ഇനി നമ്മുടേതായിട്ട് കമ്പയർ ചെയ്യും. എങ്ങനെയാണ് നമ്മുടേത്? നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്താ പറയാനായിട്ട് ദൂരം വലിയ ബസ് സ്റ്റോപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇതുള്ള നല്ല വലിയ ബസ് സ്റ്റോപ്പ് ഇവിടെ കാണിച്ചിരിക്കും. അതെ, ഇവിടെ തൊട്ട് അങ്ങറ്റം വരെ ഉണ്ട് ഗൈസ്, അങ്ങറ്റം വരെ ഉണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ബസ്. നല്ല ഒരു ചെയർ പോലെ അവരിങ്ങനെ നടുക്കിങ്ങനെ. നമ്മുടെ ഇനി അവിടുത്തെ എങ്ങനെയായിരിക്കും എന്നും കൂടെ പറ. നമുക്കാണെങ്കിൽ നമ്മുടെ കാണുമ്പോഴത്തേക്ക് എന്തുവാ, മിക്ക ബസ് സ്റ്റോപ്പിൽ ഒരു കമ്പി മാത്രം, നമുക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ബസ് സ്റ്റോപ്പ്. അവരെ അപേക്ഷിച്ച് നല്ല നമ്മുടെ അവിടെ ഇപ്പോൾ വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എന്താണ് സാമ്പ്രാണിക്കൊടി പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇങ്ങനെ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം നമ്മുടെ സാമ്പ്രാണിക്കൊടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.
ഇതിലില്ല ഗൈസ്. ബസ്സുകൾ നിരനിരയായി പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ നമുക്ക് പോവേണ്ട ബസ് ഇതുവരെ എത്തിയില്ല ഗൈസ്. നമ്മൾ പോകുന്നത് പ്രാക്കുളം ബസ്സിലാണ്. പ്രാക്കുളം എന്ന് എഴുതിയിരിക്കുന്ന ബസ്സിലാണ് നമ്മൾ പോവേണ്ടത്. അതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് പോകുന്ന ബസ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ബസ് ഇറങ്ങി സാമ്പ്രാണിക്കൊടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് ഇവിടെ പ്രവർത്തന സമയം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. നമ്മൾ പോവാണ് ഗൈസ് ഇവിടെ നിന്ന് സാമ്പ്രാണിക്കൊടിയിലോട്ട്. എല്ലാ സഞ്ചാരികളും അവിടെ ഇവിടെയായിട്ട് യാത്ര ചെയ്താണ് ഗൈസ്. നമ്മളും അതിലൊരു സഞ്ചാരിയായിട്ട് സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകുന്നു. യാത്രയാക്കിയിട്ട് ഇവ പോവാണ് ഗൈസ്. സാമ്പ്രാണിക്കൊടിയിൽ വന്ന് പെഡിക്യൂർ ചെയ്യുന്ന രീജ വളരെ സാഹസികമായി പെഡിക്യൂറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ സാഗരങ്ങളാണ് ഗൈസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. രീജ ഷൂ എടുക്കാൻ വേണ്ടി സാമ്പ്രാണിക്കൊടി വന്നിരിക്കും. ഇങ്ങനെ നമ്മൾ നടക്കേണ്ടി വരും ഗൈസ്. ഇതാണ് സാമ്പ്രാണിക്കൊടി. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് സാമ്പ്രാണിക്കൊടി. ഐ ലവ് സാമ്പ്രാണിക്കൊടി. We love സാമ്പ്രാണിക്കൊടി. ഈ മാങ്ങ സ്റ്റിക്ക് വെച്ച് കഴിക്കുന്ന രീജ. നമ്മൾ സാമ്പ്രാണിക്കൊടി കായൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിൻ ഉപ്പിലിട്ട മാങ്ങ തിന്നുന്ന തിരക്കിലാണ്. ഷാലു എങ്ങനെയുണ്ട് ഉപ്പിലിട്ട മാങ്ങ? അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ആണ് ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമാണിന്ന്. കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. നമ്മൾ സാമ്പ്രാണിക്കൊടിക്ക് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ഗൈസ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് പോവാണ് ഗൈസ്. ഹായ് ഹായ്. എന്റെ കൊച്ചിലെ പോലെ ഇത് മണ്ണാവിടെ ഇവിടെ എത്ര 6 വർഷമായി. ഇത് ഞങ്ങൾ പ്രൈവറ്റായിട്ട് ഇറക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നാണ് ഈ സർക്കാർ ഏറ്റെടുത്തത്. ഞങ്ങൾ 100 രൂപയായിരുന്നു രാവിലെ മേടിക്കുന്നത്. കോളേജിൽ 10 50 രൂപയായി ഒക്കെയാണ്. അങ്ങനെയാണ് ഈ ആളുകൾ വരാൻ തുടങ്ങിയത്. കൂടുതൽ നല്ല അത്രയും കൂടുതൽ കട്ടക്കങ്ങളുണ്ടായിരുന്നു. ആളെല്ലാം കയറി ഒടിച്ചു കളഞ്ഞായത്. ഈ കണ്ടല്ലേ, ഒടിച്ചു കളഞ്ഞതാണ് കയറിയിരുന്നത്. മരം ഒടിഞ്ഞ് തറയിൽ വീണതാണ്. ഞങ്ങൾ അല്ലാതെ നേരത്തെ പറയാറുണ്ടായിരുന്നു ഈ കപ്പലിന് ചാല കീറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മണ്ണാണ് ഇവിടെ കൊണ്ട്. അത് വെറുതെ പറയുന്നത്. ഇങ്ങനെയില്ലേ കുറച്ച് സ്ഥലത്ത് ഇവിടെ ആഴം കൂടുതലായിരിക്കുമല്ലോ. നമ്മളിപ്പോ അവിടെ നിന്ന സ്ഥലത്ത് ആഴം കുറവാണ്. ഇനി അങ്ങോട്ടാണ് കൂടുതലാണ്. ഇനി അങ്ങോട്ടാണ് കൂടുതൽ. അതാണ് അപ്പൊ അവിടെ കണ്ടക്കാടൊക്കെ ഉള്ളതുകൊണ്ടാണ് ആഴം കുറവ്. അത് നമുക്ക് കണ്ടക്കാട് ആഴം കുറവാണ്. പിന്നെ കൊടി കുത്തിയേക്കുന്നില്ലേ, അവിടെ ആഴമില്ല. ഇങ്ങോട്ട് ആഴം കേട്ടോ. ഇങ്ങോട്ടല്ല ആഴം. ഇങ്ങോട്ട് ആഴം കൊടി കുത്തിയിരിക്കുന്ന അതുവരെ നമുക്ക് പോകാൻ പറ്റുമോ? ഇടയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
വന്നപ്പോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? നേരത്തെ എത്ര പൈസ? ഞങ്ങൾക്ക് ഒരു ബോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് 350 രൂപ വരെ അവിടെ ചെല്ലും. ഞങ്ങൾക്ക് 680 രൂപയൊക്കെ കിട്ടത്തുള്ളൂ ഒരു ദിവസം. അപ്പൊ ഈ മണ്ണെണ്ണയുടെ ഇതിന്റെ നമ്മുടെ ബോട്ട് തന്നെ സ്വന്തം. നമ്മുടെ ബോട്ടും നമ്മുടെ എണ്ണയെല്ലാം തന്നെ നമ്മൾ തന്നെ കൊടുക്കുന്നത്. അവരും വേറെ ഉണ്ട്, ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഉണ്ടേ. ഇവിടെ അയക്കാനും അവിടെ കൗണ്ടറിലെല്ലാം കൗണ്ടറും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്രയാക്കി അങ്കിൾ പോവുകയാണ്. അങ്കിൾ ടാറ്റ പറ. ടാറ്റ ടാറ്റ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടി പോയി ഇവിടെ KTDCയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ പോവാണ് ഗൈസ്. അടുത്ത ബസ് കയറി. എത്തിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ പുറകിൽ ജൈൻ വീലും ഒക്കെയുള്ള ഒരു ഫെസ്റ്റാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ സർറിയൽ വാട്ടർഫോൾസ് ഒക്കെ കാണും ഗൈസ്. അവിടോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് വരാം ഗൈസ്. കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. അതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ ഗൈസ് നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ്. പാസ് കിട്ടി ഗൈസ്.
ജാക്കിനെയും റോസിനെയും കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ ജാക്ക് ആൻഡ് റോസ് എത്തിയിരിക്കുവാണ് ഗൈസ്. റോസ് എല്ലാരും റോസ്, നീ റോസ്, നീ റോസ്, നീ ജാക്ക്. നിറയെ സ്റ്റോളുകളുണ്ട്, ലൈറ്റിൻ്റെയും കുറേ മെഷീൻസിൻ്റെയും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്റ്റോളുകൾ. മൈതാനം വിട പറഞ്ഞു ഞങ്ങൾ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ തിരിച്ച് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു തിരുവനന്തപുരത്തേക്ക്. നമ്മുടെ ട്രെയിൻ ഉടനെ എത്തുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ പോയി കൊല്ലത്തെ ഫെസ്റ്റ് കണ്ടു. അതിന് തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തമ്പാനൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബുർജൽ മന്തിയിൽ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഫുൾ അൽഫാമാണ് പറഞ്ഞിരിക്കുന്നത് കഴിക്കാൻ വേണ്ടി. ഫുഡ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് വന്നിരിക്കുന്നു. മന്തി. അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.